ഹലോ എവ്രി വൺ, വെൽക്കം ടു എസ് കെമിസ്ട്രി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റിയേജന്റ് ആണ്. നെയിംഡ് റിയാക്ഷൻസ് ആൻഡ് റിയേജന്റ് എന്ന മൊഡ്യൂളിൽ SiO2 എന്ന് പറയുന്ന റിയേജന്റ് ആണ്. സെലീനിയം ഓക്സൈഡ് ആണ് അല്ലേ. SiO2 അത്ര കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന റിയേജന്റ് അല്ല, പക്ഷെ നമുക്ക് സിലബസിൽ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് എന്താണ് ഇതിന്റെ എങ്ങനെയാണ് ഇത് ഒരു റിയാക്ഷൻ മിക്സ്ചറിൽ അല്ലെങ്കിൽ ഒരു റിയാക്ടന്റിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു, പ്രൊഡക്റ്റ് എന്താണ് കിട്ടുന്നത് നമുക്ക് നോക്കി വെക്കാം. അപ്പൊ ഇതിന്റെ ഇത് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എന്താണ്, ഓക്സിഡേഷൻ ഓഫ് അലിലിക് കാർബൺ ആണ്. SiO2 എന്താ ചെയ്യുന്നത്, അലിലിക് കാർബൺ ഉണ്ടല്ലോ, അലിലിക് കാർബൺ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് കാർബൺ അടുത്തുള്ള കാർബൺ അല്ലേ, അതാണ് അലിലിക് കാർബൺ. അപ്പൊ അലിലിക് കാർബൺ എന്ത് ചെയ്യുന്നു, ഇത് ഓക്സിഡൈസ് ആക്കുന്നു. ഓക്കെ, ഓക്സിഡൈസ് ആക്കാൻ പറയുന്നത് എന്താ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു CH3 ഉണ്ടെന്നുണ്ടെങ്കിൽ അലിലിക് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് CH3 ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താകും, CH2OH ആയിട്ട് മാറും അല്ലേ. അതായത് ഈ H എന്നുള്ളത് ഒരു H എന്നുള്ളത് എന്തായിട്ട് മാറും, OH ആയിട്ട് മാറും. അതാണ് ഈ ഓക്സിഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സപ്പോസ് നമ്മുടെ മോളിക്യൂൾ, നമ്മളെ റിയാക്ടന്റിൽ ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റിയാക്ടന്റിൽ ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പാ, ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് അല്ലെ, അതായത് C ഡബിൾ ബോണ്ട് O ഇവിടെ ഉണ്ട്, കാർബണിൽ ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ അടുത്തുള്ള ഇങ്ങനത്തെ നമ്മളിത് ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് ഒരുപാട് നമ്മൾ കാണും, മറ്റേ ആൾട്ടോൾ കണ്ടൻസേഷൻ അങ്ങനത്തെ റിയാക്ഷൻസ് ഉണ്ട്, ആൽഡിഹൈഡിലും കീറ്റോണിലൊക്കെ അവിടെയൊക്കെ നമ്മൾ കാണുന്നതാണ് ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് ഒക്കെ. അപ്പൊ ഇങ്ങനെ C ഡബിൾ ബോണ്ടോ കാർബണിൽ ഗ്രൂപ്പിന് അടുത്ത് കിടക്കുന്ന ഈ ഹൈഡ്രജൻ നമ്മൾ ആക്റ്റീവ് ഹൈഡ്രജൻ എന്ന് പറയും. ഇതെന്താണ്, ഒരു ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് ആണ് ഈ പറയുന്ന ഗ്രൂപ്പ്. അപ്പോൾ ഇതിനെ ഓക്സിഡൈസ് ചെയ്യും. ഇതിനെങ്ങനെ ഓക്സിഡൈസ് ചെയ്യുക, CH2 എന്നുള്ളത് എന്തായിട്ട് മാറും, C ഡബിൾ ബോണ്ട് O ആയിട്ട് മാറും. ഇവിടെ അങ്ങനെയാണ് ഓക്സിഡേഷൻ കേട്ടോ, അതായത് CHOH അങ്ങനെയല്ല, ഈ CH2 എന്നുള്ളത് എന്തായിട്ട് മാറും, C ഡബിൾ ബോണ്ട് O. ഇങ്ങനെയാണ് ഇത് ഓക്സിഡൈസ് ചെയ്യുന്നത്. അപ്പോൾ ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ SiO2 റിയാക്ട് എവിടെ ആയിരിക്കും, അവിടെ ആയിരിക്കും. അതായത് അവിടെ CH2 ഇങ്ങനത്തെ ഒരു ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ അതിനെയാണ് എന്താക്കുക, C ഡബിൾ ബോണ്ട് O ആക്കിയിട്ട് മാറ്റാം. ഓക്കെ, പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നടക്കുന്ന എവിടെയായിരിക്കും, മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഡബിൾ ബോണ്ട് ഉണ്ട്, ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്. അപ്പൊ എവിടെയാണ് ഈ SiO2 പോയിട്ട് ആക്ട് ചെയ്യാൻ ചോദിച്ചാൽ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡ് ഉണ്ടല്ലോ, ഡബിൾ ബോണ്ട് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡിൽ പോയിട്ടാണ് SiO2 ആക്ട് ചെയ്യുക, അവിടെ ആയിരിക്കും അത് ഓക്സിഡേഷൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ കിട്ടുമ്പോൾ എന്താവും മനസ്സിലാവും. ഇനി അടുത്തെന്ന് പറയുന്നത് യെസ്, ഇനി സപ്പോസ് റിംഗ് ഉണ്ട് വിചാരിച്ചോളൂ, നമുക്ക് ബെൻസീൻ റിംഗ് അല്ലെങ്കിൽ അരോമാറ്റിക് റിംഗ് അല്ലെങ്കിൽ സൈക്ലിക് റിംഗ് എന്തെങ്കിലും റിംഗ് ഉണ്ടെങ്കിൽ ഓക്സിഡേഷൻ എവിടെയായിരിക്കും, ഇൻസൈഡ് റിംഗ്. ഓക്സിഡേഷൻ നടക്കുക എവിടെയാ, റിംഗിലായിരിക്കും. അതായത് റിംഗിലും ഉണ്ട്, റിംഗിന്റെ ഉള്ളിൽ കാർബൺ ഉണ്ടാവുമല്ലോ, അപ്പൊ ആ കാർബൺ ഉണ്ട്, അതുപോലെ അതൊരു ഈ പറയുന്ന പോലെ ഓക്സിഡേഷൻ നടത്താൻ പോസിബിലിറ്റി ഉള്ള, അതായത് അങ്ങനത്തെ കാർബൺ ആണ്. അതുപോലെ നമുക്ക് പുറത്തുണ്ട് CH3 ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ റിംഗിൽ ഉള്ളിലായിരിക്കും നടക്കാം ഈ ഓക്സിഡേഷൻ നടക്കുക. അത് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾ കിട്ടും മനസ്സിലാവും കേട്ടോ. ഓക്സിഡേഷൻ ഇൻസൈഡ് ദ റിംഗ്, ഇത്രയും കാര്യം ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇതിന്റെ സെലക്ടിവിറ്റി എന്താണ്, ഈ സെലക്ടിവിറ്റി നമുക്ക് ഇയും ഇസഡും ഇല്ല ഐസോമേഴ്സ്. അപ്പൊ ഇവിടെ സെലക്ടിവിറ്റി ഈ ഏതാണോ ഈ പ്രൊഡക്റ്റ് അതായിരിക്കും നമ്മുടെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യമാണ് നമുക്ക് എന്തിൽ ഓർക്കാനുള്ളത്, SiO2 അതെങ്ങനെയാണ് ഓക്സിഡേഷൻ നടത്തുന്നത് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കണം. ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ ക്ലിയർ ആവും. ഒന്നുകൂടി പറയാം, ഒന്ന് അലിലിക് കാർബൺ ആണ് അവിടെ ഓക്സിഡൈസ്ഡ് ആവുക, അതായത് CH3 എന്ന സംഭവത്തിൽ എന്താവും, ഇവിടെ H എന്തായിട്ട് മാറും, OH ആയിട്ട് മാറും. അതായത് CH3 എന്തായിട്ട് മാറും, CH2OH ആയിട്ട് മാറും. പിന്നെ ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ ഈ CH2 ആണ് നമ്മൾ ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ്, അത് CO ആയിട്ട് മാറും. ഓക്കെ, അതായത് ആദ്യം ഇതിന് പ്രിഫറൻസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡ്, അവിടെ ആയിരിക്കും എന്ത് ചെയ്യുക, ഇത് ആക്ട് ചെയ്യാം. ഡബിൾ ബോണ്ടിന്റെ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡ് ഓഫ് ഡബിൾ ബോണ്ടിന്റെ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡ്. പിന്നെ റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്സിഡേഷൻ നടക്കുക എവിടെയായിരിക്കും പ്രിഫർ ചെയ്യുക, റിംഗിലുള്ള കാർബൺ അല്ലെങ്കിൽ അവിടെ ആയിരിക്കും ഓക്സിഡേഷൻ നടക്കുക. പിന്നെ ഈ സെലക്ടിവിറ്റി ഉണ്ടെന്ന് ഓർത്ത് വെക്കാം. മേജർ പ്രൊഡക്റ്റ് ഈ ആയിട്ടുള്ള ഐസോമർ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യം ഇതിൽ ഓർത്ത് വെക്കാനുള്ളത്. നമുക്ക് ഓരോ എക്സാമ്പിളിലേക്ക് പോവാം. ഇതിന്റെ മെക്കാനിസം ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട്, പക്ഷെ അത് നമ്മൾ എന്തെന്നില്ല ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ആവശ്യമില്ല. ഒരു ലോങ് ആയിട്ടുള്ള മെക്കാനിസം ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഈ മെക്കാനിസത്തിൽ നടക്കുന്ന റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഒന്നൊരു റിയാക്ഷൻ ആണ്, റിയാക്ഷൻ. രണ്ടാമത്തത് സിഗ്മാട്രോപിക് ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. നമ്മൾ പെരിസൈക്കിളിൽ പഠിക്കുന്നതാണ് സിഗ്മാട്രോപിക് അല്ലെ, അടുത്ത ഡീറ്റെയിൽ പഠിക്കാം കേട്ടോ. അപ്പൊ ഈ രണ്ട് റിയാക്ഷൻസ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഓർത്ത് വെക്കുക ഇതിന്റെ മെക്കാനിസത്തിൽ. റിയാക്ഷനും 2,3 സിഗ്മാട്രോപിക് ഷിഫ്റ്റും അത് മതി. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ വരുന്നതെന്ന് ക്ലിയർ ആവുള്ളൂ. എക്സാമിന് ഇങ്ങനെ ആയിരിക്കും ചോദിക്കാം. നമുക്ക് ആദ്യം സിമ്പിൾ ആയിട്ടൊരു ആൽക്കീൻ എടുക്കാം. നമ്മൾ എടുക്കുന്നത് ഇതാണ് നമ്മൾ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത്. ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂൻസ് ഏതൊക്കെയാ, ഇവിടെ H ഉണ്ട്, ഇവിടെ CH3 മിഥൈൽ സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ്, ഇവിടെയും CH3 ഇവിടെയും CH3. ഇങ്ങനെയാണ് ഡബിൾ ബോണ്ട്.
ഡബിൾ ബോണ്ട് ചുറ്റും ഇങ്ങനെയാണ് ഗ്രൂപ്പുകൾ നിൽക്കുന്നത്. എങ്ങനെ നമുക്ക് എവിടെ ഓക്സിഡൈസ് ചെയ്യണം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആദ്യം എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഏറ്റവും കൂടുതൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള സൈഡ് കണ്ടുപിടിക്കാം. ലെഫ്റ്റ് സൈഡിൽ എച്ചും CH3, റൈറ്റ് സൈഡിൽ 2 CH3 ആണ്. അപ്പോൾ ഏതായിരിക്കും കൂടുതൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ്? ഈ സൈഡാണ് കൂടുതൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഇത് രണ്ടും എന്താണ്, അലിലിക് കാർബൺ ആണ് ഡബിൾ ബോണ്ട്. ഇവിടെ ഇത് രണ്ടും എന്താണ്, അലിലിക് കാർബൺസ് ആണ്. നമുക്ക് ഇവിടെ ഓക്സിഡൈസ് ചെയ്യാം. ഓക്സിഡൈസും എന്ത് വരും? HCH3. ഇവിടെ എന്താകും? CH2OH. എന്തായാലും ഒന്നല്ല ഓക്സിഡൈസ് ആവുള്ളൂ. അപ്പൊ നമ്മൾ ഇത് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? CH2OH കിട്ടും. ഇത് അങ്ങനെ തന്നെ എഴുതാം. ഇത് ഒരു പ്രൊഡക്റ്റ്. ഈ രണ്ടാമത്തതോ, താഴെയുള്ളത് ഈ CH3 നമുക്ക് ഓക്സിഡൈസ് ചെയ്യാം. അപ്പോ CH3 ഇവിടെ അതേപോലെ തന്നെ ഉണ്ടാകും. താഴെ എന്താകും? CH2OH ആയിട്ട് മാറും. ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്താ പ്രത്യേകത? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫൈനലായിട്ട് നമുക്ക് ഐസോമർ, ജോമെട്രിക്കൽ ഐസോമർ ഫൈനൽ പ്രൊഡക്റ്റിന്റെ മേജർ പ്രൊഡക്റ്റ് എന്തായിരിക്കും? E ആയിരിക്കും അല്ലെ? E ആയിരിക്കണം മേജർ പ്രൊഡക്റ്റ്. അപ്പൊ നമ്മൾ ഇത് രണ്ടിനും എന്ത് ചെയ്യുക? Z ഉം E യും നോമൻക്ലേച്ചർ ഇല്ല, അത് നമ്മൾ കാണാം. അപ്പൊ ഇവിടെ കാണാൻ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ പ്രയോറിറ്റി നോക്കുമ്പോൾ ഇത് രണ്ട് നോക്കുമ്പോൾ പ്രയോറിറ്റി ഇതിനാണ് അല്ലെ? ഇപ്പൊ ഇത് 1, ഇത് 2. അല്ല, ഇത് നമുക്ക് ഹൈ എന്ന് കൊടുക്കാം. മനസ്സിലാസ്റ്റ് ഹൈ, ഇത് ലോ. ഈ സൈഡ് നോക്കുമ്പോഴോ ഇത് ലോ, സോറി ഇത് ഹൈ അല്ലേ, സോറി ഓക്കെ, ഇത് ഹൈ, ഇത് ലോ. ഈ യൂസ്ഡ് നോമൻക്ലേച്ചർ ആണല്ലോ, നമ്മൾ ഏതാണോ പ്രയോറിറ്റി നോക്കണം അല്ലേ? അപ്പൊ അറ്റോമിക് നമ്പർ നോക്കിയിട്ടാണ് നമ്മൾ പ്രയോറിറ്റി കണ്ടുപിടിക്കുന്നത്. ഇവിടെ CH3, ഇവിടെ CH2OH ആണ്. സോ ഓക്സിജൻ വന്നുകൊണ്ട് ഇവിടെ ഹൈ പ്രയോറിറ്റി ആയിരിക്കും. ഇത് രണ്ടും കമ്പയർ ചെയ്യാം. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോഴോ ഇവിടെ കാർബൺ ആണ്, ഇവിടെ ഹൈഡ്രജൻ ആണ്. സോ ഹൈ പ്രയോറിറ്റി കാർബൺ ആണ്. അങ്ങനെയാണ് നമ്മൾ ഈ യൂസ്ഡ് നോമൻക്ലേച്ചർ കാണുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താ, ഓപ്പോസിറ്റ് സൈഡിലാണ് അല്ലേ? ഇവിടെ ഇങ്ങനെ ലോ ഹൈ, ഹൈ ലോ, ഇങ്ങനെ വേറെ വേറെ അല്ലേ? ഇവിടെ ശരിക്കും ഇങ്ങനെ വരാം. ഇവിടെ ഇതുകൂടെ നമുക്ക് കാണാം കേട്ടോ. ഇത് ലോ, ഇത് ഹൈ. ഇവിടെ ഇതും ലോ, ഇത് ഹൈ. ഇങ്ങനെയല്ലേ ഇവിടെ വരാം. അപ്പൊ ഇവിടെ ലോയും സെയിം സൈഡ് ആണ്. അല്ല, ഹൈയും ഹൈയും ഒരേപോലെ. ഇവിടെ ലോയും ഹൈയും ഇവിടെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ലോ, ഇവിടെ ഹൈ, ഹൈ ലോ. ഇത് നമ്മൾ നോക്കണ്ട. ഇത് ഒരേപോലെ വരണം. ഇവിടെ ഒരേപോലെ വരണം. ഓക്കെ, ഇപ്പൊ ഇവിടെ രണ്ടും ഒരേപോലെയാണ്, ലോയും ആണ് ഹൈയും ആണ്. സോ ഇങ്ങനെ ഒരേപോലെ വരുന്ന എന്തായിരിക്കും? ഇതായിരിക്കും Z വരെ. ഇത് Z ആയിരിക്കും, ഇത് E ആയിരിക്കും. ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് E എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മേജർ പ്രൊഡക്റ്റ് ഏതായിരിക്കും? ഇതായിരിക്കും. ബിക്കോസ് നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് E ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ E യും Z ഉം കിട്ടുമ്പോൾ നമ്മൾ E ആണ് പ്രിഫർ ചെയ്യേണ്ടത്. ഓപ്ഷനിൽ ഈ ഐസോമർ നമ്മൾ കണ്ടുപിടിക്കണം. ഈ ജോമെട്രിക്കൽ ഐസോമർ നോക്കണം. അതിന് വേണ്ടി ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ക്ലിയർ ആയല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പൊ ഒന്നും കൂടി പറയാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആൽക്കീൻ നമുക്ക് തരും. അപ്പൊ ആ ആൽക്കീനിൽ ഏറ്റവും കൂടുതൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള സൈഡ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എച്ചും CH3 ആണ് ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ 2 CH3. അപ്പൊ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള സൈഡ് ഇതാണ്, ഈ റൈറ്റ് സൈഡ് ആണ്. പിന്നെ നമ്മൾ ഈ 2 CH3 എന്ത് ചെയ്യണം? ഓക്സിഡൈസ് ചെയ്യണം. ബിക്കോസ് രണ്ടും അലിലിക് കാർബൺ ആണ്. നമുക്ക് വേറെ 2 പ്രൊഡക്റ്റ് കിട്ടും. രണ്ടും കൂടി ഒന്നിൽ ഓക്സിഡൈസ് ചെയ്യാൻ പാടില്ല കേട്ടോ. നമുക്ക് 2 പ്രൊഡക്റ്റ് വേറെ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ഇയും ഇസഡും നോമൻക്ലേച്ചർ നമ്മൾ കാണണം. അതിന് വേണ്ടി നമുക്ക് അറിയുന്ന മെത്തേഡ് ഉപയോഗിക്കാം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇയും ഇസഡും നമ്മൾ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് എന്ത് കിട്ടും? E ആണ് ഫൈനൽ പ്രൊഡക്റ്റ് വേണ്ടത്. സോ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഐസോമർ, ഈ ജോമെട്രിക്കൽ ഐസോമർ നമ്മൾ ചൂസ് ചെയ്യണം. ഇങ്ങനെയാണ് സ്റ്റെപ്പ്. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ക്ലിയർ ആയി? ഇനി നമുക്ക് വേറൊന്നും കൂടി ചെയ്യാം. ഈ റിംഗ് ആണ് കേട്ടോ, ഒരു റിംഗ് ആണ്. ബെൻസീൻ, അരോമാറ്റിക് ആയിട്ട് സിസ്റ്റം ആണ്. ബെൻസീൻ CH3H. ഓക്കെ, ഇവിടെ ഇതിപ്പോ എന്താ, അതായത് നമുക്ക് ഡബിൾ ബോണ്ടിന് ചുറ്റുമാണ് ഗ്രൂപ്പുകൾ വേണ്ടത് അല്ലെ? ഇത് കാണുമ്പോൾ നമുക്കിപ്പോ ഒരു കൺഫ്യൂഷൻ ആവും. പക്ഷെ ഇത് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഡബിൾ ബോണ്ട് ആയിട്ട് സങ്കല്പിക്കണം. അതായത് ഇത്രയും പോർഷൻ എടുത്തു നോക്കി, ഇത് ഇങ്ങനെ സെപ്പറേറ്റ് വരയ്ക്കാം കേട്ടോ. ഇവിടെ CH3, ഇവിടെ H, ഇവിടെ ഇങ്ങനെയല്ലേ? ബാക്കിയാണ് റിംഗ് പോകുന്നത് അല്ലെ? ഇവിടെ എന്തുണ്ട്? റിംഗ് ഉണ്ട്. ഇവിടെ പിന്നെ റിംഗ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇത്ര എഴുതാണ്, കാരണം നമുക്ക് ഡബിൾ ബോണ്ടിന് ചുറ്റുള്ള 4 ഗ്രൂപ്പുകളാണ് വേണ്ടത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ എഴുതുന്നു. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? ഇങ്ങനെ എഴുതി. ഇനി നോക്കുക, ഇനിയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കേണ്ടത്. ഇതിൽ ഡബിൾ ബോണ്ടിന് ചുറ്റും 4 ഗ്രൂപ്പ് എഴുതി കഴിഞ്ഞാൽ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡ് നമ്മൾ കാണണം. അപ്പൊ ഇവിടെ ഇതാണ് ഒരു സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ്. ഇങ്ങനെയാണ് കാണേണ്ടത് കേട്ടോ. അതുകൊണ്ട് ഇത് രണ്ടും വേറെ സൈഡായി കാണാൻ പാടില്ല. നമ്മൾ എങ്ങനെ എഴുതണം? ഇത് നമ്മൾ തല കുത്തനെ എഴുതാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വരാം. തല തിരിച്ച് എഴുതാന്നുണ്ടെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? CH3 ഇവിടെ വരും. ഇവിടെ ഈ ഗ്രൂപ്പ് കണ്ടോ, ഇതാണ് ഇവിടെ വരുന്നത്. ഇവിടെ H, ഇവിടെ ബാക്കിയുള്ള ഈ ഗ്രൂപ്പ്. ബാക്കി എന്തുണ്ട്? നമുക്ക് ഈ റിംഗ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും വരുന്നത്. ഇത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. പക്ഷെ നമ്മൾ ഇങ്ങനെ നോക്കണം, തല തിരിച്ച് നോക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ ഇല്ല. ഇത് ഇങ്ങനെ എഴുതണം കേട്ടോ, എന്നിട്ടേ കാണാൻ പാടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡ് കാണാം. ഇത് മനസ്സിലായില്ലേ? ഈ CH3 ആണ് ഇത്. ഈ ബോണ്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ H ഇവിടെ കണ്ടോ, ഒന്ന് തല തിരിച്ച് നോക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയാൽ കറക്റ്റ് ആവും. അപ്പൊ കിട്ടി. ഇനി നമുക്ക് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡ് കാണണം. ഇവിടെ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡ് ഏതാ? ഇവിടെ H ഉം ബാക്കി ഇവിടെ എന്താ? ഇവിടെ ശരിക്കും CH2 ആണ് അല്ലെ? കണ്ടോ ഈ ബോർഡില്ലേ? ഇതെന്താ? ശരിക്കും CH2 അല്ലേ? അപ്പൊ ഇത് CH2 ആണ്.
പിന്നെ താഴത്തേക്ക് അങ്ങോട്ടുണ്ട് കേട്ടോ, CH2 അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെയോ, ഇവിടെ ഇതല്ലേ പറയുന്നത്, ഇതെന്താണ് CH, സോറി, ഇവിടെ CH3ന്റെ ഇവിടെ ഇത് CH2 കേട്ടോ, CH2 ഇതാണ് ഈ CH3ന്റെ ഈ CH2 ആണ് ഇവിടെ. ഇവിടെ Hന്റെ CH2 ആണ് ഈ കാണുന്നത്, Hന്റെ അടുത്ത് CH2, ആ CH2 ഇവിടെ എഴുതി. CH3ന്റെ അടുത്തുള്ള CH2 ആണ് ഇവിടെ എഴുതിയത്. ഓക്കെ, രണ്ടും എഴുതി, ക്ലിയർ ആയി. ഇങ്ങനെ എഴുതി. ഇത് അങ്ങോട്ട് റിംഗ് ആയിട്ട് എന്തുണ്ട്, പോകുന്നുണ്ട്. അത് നമുക്ക് വേണ്ട, ജസ്റ്റ് ഇത്ര മതി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡ് കാണാം. മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡ് ഏതായിരിക്കും, ഇവിടെ വ്യത്യാസം എന്ത് മാത്രമേ ഉള്ളൂ, അതായത് ഇവിടെ CH3 ആണ്, ഇവിടെ H ആണ്, അതിൽ വ്യത്യാസമുള്ളൂ, ബാക്കി സെയിം ആണ്. അപ്പോൾ ഈ CH3 ഇവിടെ വന്നുകൊണ്ട് ഇതായിരിക്കും മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡ്. കിട്ടി, നമുക്ക് എന്ത് കിട്ടി, മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡ് കിട്ടി. പക്ഷെ ഇവിടെ പ്രത്യേകത, മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, റിംഗ് വരുമ്പോൾ, അതായത് ഇവിടെ റിംഗ് വരുന്നില്ലേ, റിംഗ് വരുമ്പോൾ ഏതാണ് ഓക്സിഡൈസ് ചെയ്യേണ്ടത്, ഏത് സൈഡ് ഓക്സിഡൈസ് ചെയ്യേണ്ടത്, അതായത് റിംഗ് കാർബൺ ആണ് നമ്മൾ ഓക്സിഡൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, നമുക്ക് എന്ത് കിട്ടും, CH3 നമുക്ക് എന്ത് ചെയ്യാം, ഓക്സിഡൈസ് ചെയ്യാം. അതുപോലെ CH2 നമുക്ക് എന്ത് ചെയ്യാം, ഓക്സിഡൈസ് ചെയ്യാം. അപ്പൊ നമ്മൾ രണ്ട് പ്രൊഡക്റ്റ് ഒക്കെ എഴുതാം, പക്ഷെ ഇവിടെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട എന്തിനു വേണ്ടിയിട്ടാ, ഈ റിംഗ് കാർബണ് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡ് കണ്ടു. അപ്പൊ ഈ സൈഡ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇനി ഈ സൈഡിൽ തന്നെ നമ്മൾ നേരത്തെ എഴുതി രണ്ട് പ്രൊഡക്റ്റ് എഴുതി അല്ലെ, രണ്ടും CH3 നമ്മൾ ഓക്സിഡൈസ് ചെയ്തു നേരത്തെ എക്സാമ്പിൾ. പക്ഷെ ഇവിടെ നമ്മൾ ഇതിന് ഈ CH3 ഓക്സിഡൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഈ CH2 എന്ന് പറയുന്ന ഈ CH2 ഇതെന്താ, ഇത് റിംഗ് കാർബൺ, ഈ കാർബൺ റിംഗ് കാർബൺ ആണ്. റിംഗ് കാർബൺ ആയതുകൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിന് ഓക്സിഡൈസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് എന്ത് കിട്ടും, ഈ CH3 ഓക്സിഡൈസ് ചെയ്യേണ്ടതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, പ്രൊഡക്റ്റ് എന്ത് വരും, ഇത് അങ്ങനെ തന്നെ ഉണ്ടാവും, CH3 അങ്ങനെ തന്നെ ഉണ്ടാവും, ഇവിടെ H അങ്ങനെ തന്നെ ഉണ്ടാവും. ഇതിന് ഓക്സിഡൈസ് ചെയ്യുമ്പോഴോ എന്ത് വരും, CH2 എന്നുള്ള എന്തായിട്ട് മാറും, OH ആയിട്ട് മാറും. ഓക്കെ, OH2 അല്ല, OH ആയിട്ട് മാറും കേട്ടോ. CH2 എന്തായിട്ട് മാറും, CH2 എന്തായിട്ട് മാറും ശരിക്കും, CH2 എന്നുള്ള എന്തായിട്ട് മാറും, CHOH ആയിട്ട് മാറും. അങ്ങനെയല്ല, ഒരു H ആണ് OH ആയിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ എന്തേ ഉള്ളൂ, CH ഉണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ CH പിന്നെ OH, അപ്പൊ കാർബണിന്റെ ബാലൻസ് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, CHOH, ക്ലിയർ ആയില്ലേ. അപ്പൊ അവിടെ എന്താവും, അങ്ങനെ ഓക്സിഡൈസ്ഡ് ആവും. ക്ലിയർ ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഇതിനൊന്ന് തിരിച്ചെഴുതി, എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡ് കണ്ടു. അതിൽ തന്നെ നമ്മൾ റിംഗ് കാർബൺ വേണം എന്ത് ചെയ്യാൻ, ഓക്സിഡൈസ് ചെയ്യാൻ. അതാണ് നമ്മളിപ്പോ ചെയ്തത്. റിംഗ് കാർബൺ ഉണ്ടെങ്കിൽ അതിനെ വേണം. അപ്പൊ റിംഗിനുള്ളിൽ കാർബൺ ആണ് ഈ കാർബൺ, അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്തത്. ക്ലിയർ ആയി. ബാക്കി നമ്മൾ നോക്കണ്ട. അപ്പൊ ഇതായിരിക്കും നമ്മുടെ മേജർ പ്രൊഡക്റ്റ്. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലേ. ഈ പറയുന്ന ആദ്യം നമ്മൾ എഴുതിയില്ലേ കണ്ടീഷൻസ്, ഈ പറയുന്ന ഓരോന്ന് നോക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ കണ്ടീഷൻസ് എന്താണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടോ, ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോ ചെയ്തതൊക്കെ. ഓക്കെ, ഇതും പിന്നെ ബാക്കി ഇവിടെ ഉണ്ടായിരുന്നു. ക്ലിയർ ആയി. നമുക്ക് അടുത്ത് നോക്കാം. കുറച്ചും കൂടി ക്വസ്റ്റ്യൻ ചെയ്താൽ ഇതൊന്നുകൂടി തറോ ആവും കേട്ടോ. ഇവിടെ ഒരു ചോദ്യം ഉണ്ടേ. ഇവിടെ എന്തുണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ CH2 CH3 ഉണ്ട്. ഇവിടെ എന്തുണ്ട്, ഇവിടെ H ഉണ്ടാകും. പിന്നെ ഇവിടെ രണ്ട് H ആണുള്ളത് അല്ലേ. ബാലൻസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, H ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ H, ഇവിടെ H, ഇങ്ങനെ H വരും. ക്ലിയർ ആയി. ഇനി SCO2 H2 ഒക്കെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ നടക്കുന്നത്. ഇനി ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ഡബിൾ ബോണ്ടിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കണ്ടോ, ഇവിടെയാണ് ഡബിൾ ബോണ്ട് അല്ലേ, ഡബിൾ ബോണ്ട് ഇവിടെയാണ്. ഇവിടെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇതിന് ചുറ്റുള്ള ഗ്രൂപ്പുകൾ നമുക്ക് വേണം. ഇത് ഇങ്ങനെ ഒന്നും കാണാൽ ഇതിനെ ഇങ്ങനെ കാണേണ്ടതാ, ഇവിടെയും പിന്നെ ഇതാണ് നമ്മുടെ രണ്ട് ഗ്രൂപ്പുകൾ. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ എഴുതാന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ എഴുതാം, അപ്പൊ ഒന്ന് ക്ലിയർ ആവും. ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ CH2 CH3 ഈ സൈഡ് അല്ലേ. ഇനി ഈ സൈഡിൽ ഇവിടെ എന്താ ഉള്ളത്, ഇവിടെയോ, ഇവിടെ രണ്ട് H2 അല്ലേ ഉള്ളത്. ഇവിടെ ഉണ്ടോ, ഇവിടെ രണ്ട് ശരിക്കും എന്താ റിംഗ് ആണ്, നമുക്ക് CH2 എന്ന് എഴുതാം കേട്ടോ. ജസ്റ്റ് ഇവിടെ എഴുതാം, CH2 റിംഗ് ആണത്, എന്നാൽ മനസ്സിലാവേണ്ടി വെറുതെ എഴുതാണ്, ബാക്കി കുറെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ എന്താ, ഇവിടെ H അല്ലേ, ഇവിടെ H മാത്രമേ ഉള്ളൂ. ഇവിടെ CH2. ഓക്കെ, താഴത്തേക്ക് പിന്നെ പോകുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ കണ്ടോ, ഇങ്ങനെ എഴുതാൻ പറ്റിയ പിന്നെ വേറെ കുഴപ്പമില്ല. ഇതിലും അങ്ങനെ തന്നെ. ഇവിടെ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡ് ഏതാണ്, മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, ഇതാണ് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡ്. അതായത് ഈ സൈഡ് ഇതാണ് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡ്. ഇനി ഇവിടെ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യാം, റിംഗ് കാർബൺ ഓക്സിഡൈസ് ചെയ്യാം. ഓക്കെ, അവിടെ നമുക്ക് ഇതിന് ഓക്സിഡൈസ് ചെയ്യണ്ട, ഈ CH2 CH3 നമ്മൾ എന്ത് ചെയ്യേണ്ട, ഓക്സിഡൈസ് ചെയ്യണ്ട. റിംഗ് കാർബൺ ഇവിടെ കിടക്കേണ്ടത്, ഈ കാർബൺ ഇതിന് ഓക്സിഡൈസ് ചെയ്താൽ മതി. നമുക്ക് പ്രൊഡക്റ്റ് എന്ത് കിട്ടും, ഒന്നുകൂടി സിമ്പിൾ ആയി തോന്നുന്നില്ലേ, വലിയ പണിയില്ല അല്ലെ. നമ്മൾ റിംഗ് കാർബൺ ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഇവിടെ ഡബിൾ ബോണ്ട് അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, പിന്നെയോ ഇതിന് ഓക്സിഡൈസ് ചെയ്യും, നമ്മൾ ഇതിന് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, OH വരും. ഓക്കെ, CH2 നിന്നിരുന്നിട്ട് എന്തായിട്ട് മാറും, CHOH ആയിട്ട് മാറും. ഇവിടെ CH ആയിട്ടും ഇവിടെ H ആയിട്ട് മാറും. ഇവിടെ H ഉണ്ട്, വേണം H ഒന്ന് കാണിക്കാം, എന്നാൽ ക്ലിയർ ആവും. കാർബണിന്റെ ബാലൻസ് നമുക്കൊന്ന് പിന്നെ നോക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്, ഇവിടെ H ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയി. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സെയിം മോഡലുള്ള ചോദ്യം തന്നെ കേട്ടോ. നമുക്ക് റിംഗ് കാർബൺ അല്ലാതെ വേറൊരു കാർബൺ ഓക്സിഡൈസ് എന്ന് നോക്കി നോക്കാം. ഏതാണെന്ന് അറിയോ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഈ ഒരു ക്വസ്റ്റ്യനിൽ
ഇതാണ് നമ്മുടെ ചോദ്യം. ഇതും നമ്മൾ SiO2 ഉണ്ട്. അപ്പൊ എന്ത് വരും പ്രൊഡക്റ്റ്? ഇവിടെ എന്താ നോക്കേണ്ടത്? ഇവിടെ ഇപ്പൊ നമ്മൾ ഡബിൾ ബോണ്ട് കിടക്കുന്ന ഇവിടെ, ഇതാണ് നമ്മൾ ഡബിൾ ബോണ്ട് അല്ലെ. ഇവിടെ എങ്ങനെയാ വരാം? അല്ല ഇവിടെ അല്ല, സോറി, ഇത് അത് നോക്കരുത് കേട്ടോ, സോറി. ഇവിടെ ഡബിൾ ബോണ്ട് എങ്ങനെ വരും? ഇങ്ങനെ ഇങ്ങനെ വരും കേട്ടോ. ഡബിൾ ബോണ്ട് ഇങ്ങനെ നമ്മൾ കാണണേ. ഇത് ബെൻസിൻ റിംഗ് അല്ല, ഇപ്പൊ ഡബിൾ ബോണ്ട് ഇങ്ങനെ കാണാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആണെങ്കിൽ ഡബിൾ ബോണ്ട് ഇങ്ങനെ കാണണം. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ എന്തുണ്ട്? ഓ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഗ്രൂപ്പ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ഈ ഒരു ഇതാണ് വരുന്നത്, ഇതാണ് നമ്മളുടെ ഡബിൾ ബോണ്ട്. ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാൽ നമുക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്തുണ്ട്? ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പ് ഇവിടെ കണ്ടോ, ഇവിടെ എന്തുണ്ട്? ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനെ ഓക്സിഡൈസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതിനെയാണ് നമ്മൾ ഓക്സിഡൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓക്സിഡൈസ് ചെയ്യാം. ഇവിടെ O ഉണ്ട്, ഇതാണ് CH2. ഇവിടെ എന്താ ശരിക്കും? ഇവിടെ CH2 അല്ലേ ഇത്? ആ CH2 എന്തായിട്ട് മാറും? നമ്മൾ CO ആക്കി മാറ്റാം. അത്ര മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇതിനെന്തായിട്ട് മാറ്റാം? CO ആയിട്ട് മാറ്റാം. ഓക്കെ, അപ്പൊ ഒരു മോളിക്യൂളിൽ ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പിന് എന്താക്കാം? C ഡബിൾ ബോണ്ട് ആക്കി മാറ്റാം. CH2 എന്താക്കി മാറ്റാം? C ഡബിൾ ബോണ്ട് ആക്കി മാറ്റാം. അപ്പൊ അതുണ്ട് നോക്കിയാൽ മതി, ബാക്കി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ എങ്ങനെയാക്കാം? ഇവിടെ ശരിക്കും നമ്മൾ ഇങ്ങനെ കാണേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് ഇങ്ങനെ ഗ്രൂപ്പ് ഡബിൾ ബോണ്ട് ഒന്നും ഇങ്ങനെ ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഇവിടെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പിന് എന്താക്കി മതി? നമ്മൾ ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പിനെ ഓക്സിഡൈസ് ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ഇതേപോലെ ചെയ്ത് നോക്കാം. ഇവിടെ C ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ CH3 ഉണ്ട്. ഇതാണ് നമ്മുടെ മോളിക്യൂള്. SiO2 എന്ത് സംഭവിക്കും? ഇവിടെ കാർബണിൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. അപ്പൊ ഈ ഗ്രൂപ്പ് എന്തായിരിക്കും? ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് ആയിരിക്കും. ഇവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ CH2 ഉണ്ട്. ആ CH2 എന്താക്കണം എന്നാ പറഞ്ഞത്? CO ആക്കി മാറ്റണം. അപ്പൊ ഇവിടെ CO. കണ്ടില്ല, സിമ്പിൾ ആണ്. ഒറ്റ സ്റ്റെപ്പിൽ നമ്മളെ എന്ത് ചെയ്യും? ആൻസർ കഴിയും. ഇത്രേ ഉള്ളൂ. അപ്പൊ ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ രണ്ടും ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആ CH2 നമ്മൾ CO ആക്കി മാറ്റിയാൽ മതി. ഈസി അല്ലേ? ഇനി അടുത്തത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ കുറച്ച് വലുതാണ്, എന്നാലും ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വരുന്നത്. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഓക്കെ, ഇങ്ങനെ രണ്ട് ഡബിൾ ബോണ്ട് വന്നില്ല ഇവിടെ. അപ്പൊ ഇതിൽ ഏതിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ നടക്കുക? SiO2 ഓക്സിഡൈസ് ചെയ്തിട്ട് എന്താ ഓക്സിഡൈസ് ചെയ്യുന്ന ഡബിൾ ബോണ്ട് ഏതായിരിക്കും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ എപ്പോഴും നടക്കുക മോർ ഇലക്ട്രോൺ റിച്ച് ഡബിൾ ബോണ്ടിലാണ്. ഇവിടെ നടക്കുക മോർ ഇലക്ട്രോൺ റിച്ച്. ഇലക്ട്രോൺ റിച്ച് എന്നുവെച്ചാൽ കൂടുതലുള്ള ഡബിൾ ബോണ്ടിലാണ് SiO2 ഓക്സിഡേഷൻ ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കേണ്ടത് OAC എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഈ OAC ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പാ? -I ഗ്രൂപ്പാ അല്ലെ? -I ആണ്. അതായത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് OAC എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും? ഇലക്ട്രോൺ റിച്ച് ആയ ഡബിൾ ബോണ്ട് ഈ OAC എന്ത് ചെയ്യും? ഇലക്ട്രോൺ വിഡ്രോ ചെയ്യും. അപ്പൊ ഈ ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും? കുറച്ച് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യും? കുറയും. അപ്പൊ നമുക്ക് പിന്നെ ബാക്കിയുള്ള ഈ ഡബിൾ ബോണ്ട് ആണ് അവിടെ ഇലക്ട്രോൺ റിച്ച് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ എവിടെയാണ് ഓക്സിഡേഷൻ നടക്കുക? ഈ ഡബിൾ ബോണ്ടിന്റെ സബ്സ്റ്റൻസിലാണ് ഓക്സിഡേഷൻ നടക്കുക. ക്ലിയർ ആയി? അപ്പൊ നടക്കുമ്പോൾ എന്ത് വരും? അതുപോലെ തന്നെ എഴുതാട്ടോ. അടുത്ത സ്റ്റെപ്പ് ഓക്കെ, ഇത് മുകളിലേക്ക് എഴുതാം. ആൻസർ എങ്ങനെ വരും? ഇവിടെ ഈ ഡബിൾ ബോണ്ട് അതുപോലെ തന്നെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ തന്നെ ഉണ്ടാവും. എവിടെ ചേഞ്ച് വന്നത്? നമുക്ക് ഈ ഡബിൾ ബോണ്ട്. ഈ ഡബിൾ ബോണ്ടിൽ ഇവിടെ ഡബിൾ ബോണ്ട് അല്ലേ, അതെങ്ങനെ വരും? ഇവിടെ CH3 ആണുള്ളത്. ഇവിടെ CH3 എന്ന് ഒറിജിനൽ അല്ലേ? ഇവിടെ CH3 ഉള്ളത്. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ H അല്ലേ ഉള്ളത്? H. അങ്ങനെയുള്ളൂ. ഇവിടെയും H. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഇവിടെ എന്ത് ചെയ്യും? ഈ ഡബിൾ ബോണ്ട് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ CH3 എന്തായിട്ട് മാറും? ഓക്സിഡൈസ് ആയിട്ട് മാറും. CH3 CH2OH ആയിട്ട് മാറും. അത് നമുക്ക് എഴുതി കൊടുക്കാം. CH2OH. ക്ലിയർ ആയാലും ഇങ്ങനെയാണ് മാറാം. ഓക്കെ, ഫൈനൽ പ്രൊഡക്റ്റ് എന്ത് വരും? ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്താണ്? E ആണ് ഫൈനൽ പ്രൊഡക്റ്റ്. നമ്മൾ ഇയും ഇസോഡും എഴുതി നോക്കിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് E കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പ്രൊഡക്റ്റും കൂടി വരും, പക്ഷെ നമുക്ക് E ആണ് ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് E ആണ് കേട്ടോ. ഇത് E അല്ലേ? നോക്കി നോക്കാം. ഇത് 1. ഇത് ഹൈ പ്രയോറിറ്റി. ഇവിടെ ഹൈഡ്രജൻ അല്ലേ? ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് ഇത് ലോ പ്രയോറിറ്റി. ഇവിടെയോ? ഇത് ഹൈ പ്രയോറിറ്റി. ഇവിടെ വലിയൊരു ഗ്രൂപ്പ് അല്ലെ? വലിയൊരു ഗ്രൂപ്പ് ആകുമ്പോൾ ഇതെന്താണ്? ഹൈ പ്രയോറിറ്റി. ഇത് ലോ പ്രയോറിറ്റി. ഇവിടെ H ആണ്. അപ്പോൾ ഇത് ലോ പ്രയോറിറ്റി. ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ
കറക്റ്റ് ആണോ ഇസഡ് ആണോ ഇ ആണോ നോക്കിയാൽ മതി. ഇത് ഇ ആണല്ലോ, ഓപ്പോസിറ്റ് ആണതുകൊണ്ട് ഇ ആണ്. നമ്മൾ ഇവിടെ ഓക്സിഡൈസ് ചെയ്ത് അപ്പൊ ഈ സംഭവമില്ലേ ഈ റിങ്ങിന് നമ്മൾ ഇവിടെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് എന്ത് കിട്ടും, ഇസഡ് ആ കിട്ടാം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഓക്സിഡൈസ് ചെയ്യാതെ. ഇപ്പൊ രണ്ട് സൈഡ് ഉണ്ടല്ലോ, ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്, ഇത് ഇവിടെ ഇങ്ങനെ റിങ് ഇവിടെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെയാണ് നമ്മൾ ഓക്സിഡൈസ് ചെയ്യുന്നത്, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓക്സിഡൈസ് ചെയ്യാം. അപ്പൊ അതെന്താ നമ്മൾ ചെയ്യാത്തത്, നമുക്ക് കിട്ടുമ്പോൾ എന്ത് കിട്ടും, ഇസഡ് ആയിട്ട് പ്രൊഡക്റ്റ് കിട്ടും. നമുക്ക് ഈ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ CS3 തന്നെ ഓക്സിഡൈസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇത് ചെയ്തത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെക്കാം, അത്ര മതി. ഇത്രയാണ് നമുക്ക് എന്തിനെ പറ്റി പറയാൻ, SiO2 കുറിച്ച് പറയാൻ. ക്ലിയർ ആയി, നമ്മൾ ഒരുവിധം എല്ലാതും നോക്കി. റിങ്ങിൽ ഓക്സിഡൈസ് ചെയ്യുന്നത് നോക്കി, അതുപോലെ എന്താ പറയുക സാധാരണ അലിലിക് കാർബൺ ഓക്സിഡൈസ് ചെയ്യുന്നത് നോക്കി. മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡ് നോക്കണം എന്ന് പറഞ്ഞു. സെലക്ടിവിറ്റി ഇ ആണ്, ജോമെട്രിക് ഐസോമർ ഇയും ഇസഡും നോക്കുമ്പോൾ ഇ ആണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു. പിന്നെ ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പിന് ഓക്സിഡൈസ് ചെയ്യണം നോക്കി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, SiO2 കണ്ടു. ഇത്രയുള്ള മാക്സിമം ഇതിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വേറൊരു റിയേജന്റ് ആയിട്ട് വരാം കേട്ടോ, പഠിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.